ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 41-ാമത്തെ ശ്ലോകം നോക്കാം. ശ്രീശുക ഉവാച ഇത്യഭിഷ്ടൂയ ഭൂമാനം ത്രിഃ പരിക്രമ്യ പാദയോ നത്വാഭീഷ്ടം ജഗദ്ധാതാ സ്വധാമ പ്രത്യപദ്യത. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ബ്രഹ്മാവ് തൻ്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഭഗവാനെ നമസ്കരിക്കുന്നത് വരെ കണ്ടു. ഇനിയും എന്താണ് അവിടെ നടന്നത് എന്നാണ് ശ്രീശുക മഹർഷി വീണ്ടും കഥ തുടരുകയാണ് പരീക്ഷിത് മഹാരാജാവിനോട്. ഇത്യഭിഷ്ടൂയ, ഇതി അഭിഷ്ടൂയ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഇത്യഭിഷ്ടൂയ. ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, അഭിഷ്ടൂയ നന്നായി സ്തുതിച്ചിട്ട്, ഭഗവാനെ നന്നായി സ്തുതിച്ചിട്ട്. അത് വെറും ഒരു മുഖസ്തുതിയല്ല. അഭിഷ്ടൂയ എന്ന് പറഞ്ഞാൽ തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഏതൊരു പരമാത്മസ്വരൂപത്തിൻ്റെ ഭാഗമാണോ താന്, ആ പരമാത്മാവിനെ ഒരു നിമിഷത്തേക്കെങ്കിലും താനൊന്ന് പരീക്ഷിക്കുവാൻ പുറപ്പെട്ടുവല്ലോ എന്നുള്ള തൻ്റെ അബദ്ധത്തെക്കുറിച്ച് നല്ല ബോധ്യം വന്നപ്പോൾ ഉള്ളിൽ തട്ടിയിട്ട് താൻ കാണിച്ച അബദ്ധങ്ങളെയൊക്കെ ഏറ്റുപറയുകയും ആ പരമാത്മ ചൈതന്യത്തെ തൻ്റെ കഴിവിനനുസരിച്ച്, കാരണം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്നതല്ലല്ലോ ആ ഒരു സത്യസ്വരൂപം, അതുകൊണ്ട് തന്നെ ആ ഭഗവാനെ നന്നായി അങ്ങോട്ട് തൻ്റെ ബുദ്ധിക്കുള്ളിൽ നിന്നുകൊണ്ട്, ബുദ്ധിയുടെയും കഴിവിൻ്റെയും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഭഗവാനെ നന്നായി സ്തുതിച്ചു, എന്നിട്ട് നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്രകാരം നന്നായി സ്തുതിച്ചിട്ട് ഭൂമാനം, എല്ലാ ഭൂമികളിലും വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള, എന്ന് പറഞ്ഞാൽ എല്ലാ ലോകങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള, സർവവ്യാപിയായിട്ടുള്ള ആ ഭഗവാനെ പരിക്രമ്യ, എന്ന് പറഞ്ഞാൽ 3 തവണ, പരിക്രമ്യ പ്രദക്ഷിണം വെച്ചിട്ട്, പാദയോ ഭഗവാന്റെ പാദങ്ങളിൽ, നത്വാഭീഷ്ടം, നത്വാ അഭീഷ്ടം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് നത്വാഭീഷ്ടം. നത്വ എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചു, അഭീഷ്ടം ആ അഭിമതനായിട്ടുള്ള ഭഗവാനെ. ഇത്രയൊക്കെ ബ്രഹ്മാവ് തൻ്റെ അവിവേകം കൊണ്ട് പരീക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു. ഇതൊക്കെയായിട്ടും ഭഗവാനെല്ലാം, അതും തൻ്റെ ഒരു ലീലയാണ് എന്ന ഭാവത്തിൽ എത്ര ലളിതമായിട്ടാണ്, എത്ര ലാഘവത്തോടെയാണ് ബ്രഹ്മാവിൻ്റെ ഈ ഒരു അവിവേകത്തെ ഭഗവാൻ നേരിട്ടത്. നമുക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പലതരത്തിലുള്ള അവിവേകം കാണിക്കാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ ആ കുട്ടിയുടെ കുട്ടിത്തത്തെ ഓർത്ത് അത് നേരിട്ട് കണ്ട് ആസ്വദിക്കുന്ന മാതാപിതാക്കന്മാരെ പോലെ ഇവിടെ ആ ബ്രഹ്മാവിൻ്റെ അവിവേകത്തെ കണ്ടിട്ട് ഭഗവാൻ അതിനെയും വളരെ ലാഘവത്തോടുകൂടി, ഒരു പുഞ്ചിരിയോടുകൂടി, ഭഗവാന്റെ മുഖത്തു നിന്നും ഒരിക്കലും വറ്റാത്ത ആ പുഞ്ചിരിയുടെ ഉറവ അപ്പോഴും അങ്ങനെ പാൽപുഞ്ചിരി തൂകിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു. ജഗദ്ധാത, ജഗത്തിൻ്റെ തന്നെ സൃഷ്ടാവായിട്ടുള്ള, ഇവിടെ നമ്മൾ പറയാറുണ്ട് സൃഷ്ടാവ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ബ്രഹ്മാവ് എന്നാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരിക. ഇവിടെ പറയുകയാണ് അതിനും മേലെ ആ ബ്രഹ്മാവിനെ പോലും സൃഷ്ടിച്ച, ജഗത്തിനെ മുഴുവനും തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായിട്ടുള്ള ആ ഭഗവാനെ സ്വധാമ പ്രത്യപദ്യത. സ്വധാമ തൻ്റെ ധാമത്തെ, തൻ്റെ സ്ഥാനത്തെ പ്രത്യപദ്യത പ്രാപിച്ചു, അഥവാ തിരിച്ചുപോയി. അപ്പോൾ ഭഗവാനെ ഇങ്ങനെ നന്നായി സ്തുതിച്ചിട്ട് തൻ്റെ അനുഭവം കൊണ്ട് താനിപ്പോൾ നേരിട്ടും കണ്ടിരിക്കുന്നു ഭഗവാന്റെ ആ മഹത്വത്തെ, മഹാത്മ്യത്തെ. തൻ്റെ അവിവേകത്തെ തിരിച്ചറിയുക മാത്രമായിരുന്നില്ല, ഭഗവാന്റെ മഹാത്മ്യത്തെ നന്നായി മനസ്സിലാക്കി, അനുഭവം കൊണ്ട് മനസ്സിലാക്കി. ഒരു കൊച്ചുകുട്ടിയോട്
തീക്കൊള്ളിയിൽ തൊടരുത്, അല്ലെങ്കിൽ ദീപത്തിൽ തൊടരുത്, കൈ പൊള്ളുമെന്ന് പറഞ്ഞാൽ ആ കുട്ടി ചിലപ്പോൾ അച്ഛനോടും അമ്മയോടുമുള്ള ഒരു പേടി കൊണ്ടോ അനുസരണക്കേട് കാണിച്ചാൽ വഴക്കു പറയുമോ എന്നുള്ള ഭയം കൊണ്ട് ചിലപ്പോൾ തൊടാതെ ഇരിക്കാം. എന്നാൽ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ അതൊന്ന് തൊട്ടു നോക്കണമെന്നൊരു വാസനയുണ്ടായാൽ ഒരു അവസരം കിട്ടുമ്പോൾ അച്ഛനമ്മമാരുടെ കണ്ണ് വെട്ടിച്ച് അത് ഓടിപ്പോയി ആ ദീപത്തിൽ തൊടും. ഒരിക്കൽ ആ ദീപത്തിൻ്റെ അഗ്നിയുടെ ശക്തി മനസ്സിലാക്കിയാൽ ആ പൊള്ളിയ കൈകൾ എന്നും എന്നും അഗ്നി കാണുമ്പോൾ അതിനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഇവിടെ ബ്രഹ്മാവ് സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അതിന് ആഴം കൂടും, അനുഭവ ബലത്തിന് ആഴം കൂടും. ആ കൊച്ചുകുട്ടി പിന്നെ മേലിൽ ഒരിക്കൽ പോലും ആ അഗ്നിയെ തൊടുവാൻ കൂട്ടാക്കുകയില്ല. അതേപോലെ, കാരണം അനുഭവ സമ്പത്ത് പഠിപ്പിച്ചിരിക്കുന്നു. അച്ഛനും അമ്മയും പറഞ്ഞു തന്ന ആ വാണിങ്ങിൻ്റെ അഥവാ ആ താക്കീതിൻ്റെ പൊരുൾ എന്താണ് എന്ന് നന്നായി അനുഭവം കൊണ്ട് പഠിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ബലം, ആ അനുഭവ ബലം വീണ്ടും അതേ തെറ്റിലേക്ക് പോകുവാൻ കുട്ടിയെ അനുവദിക്കാത്തതുപോലെ ബ്രഹ്മാവിൻ്റെ അനുഭവ സാക്ഷ്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഭഗവാനോട് ഏറ്റു പറയുകയാണ് തൻ്റെ അറിവില്ലായ്മ കൊണ്ട് താൻ ചെയ്തു കൂട്ടിയ പൊള്ളത്തരങ്ങളൊക്കെ. ആ ഭഗവാനെ പോലും താൻ പരീക്ഷിക്കുവാൻ ഇറങ്ങി തിരിച്ചുവല്ലോ. എന്തൊരു അവിവേകിയാണ് താൻ. ലോകത്തിൻ്റെ തന്നെ സൃഷ്ടാവായിട്ടുള്ള താൻ ഉൾപ്പെടുന്ന ഈ ജഗത്തിനെ മുഴുവൻ സൃഷ്ടിച്ച ഭഗവാനെ അവിടുത്തെ ഞാൻ സ്വയം സൃഷ്ടാവാണെന്ന് ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു കേമത്വത്തെ ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു അഹങ്കാരബോധത്തിൽ നിന്നും അറിവില്ലായ്മയിൽ നിന്ന് ഞാൻ അങ്ങയെ പരീക്ഷിക്കുവാൻ ഇറങ്ങി തിരിച്ചുവല്ലോ. ഇതെല്ലാം ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ നന്നായി സ്തുതിച്ചിട്ട് ഭഗവാനെ 3 തവണ പ്രദക്ഷിണം വെച്ചു. എന്നിട്ട് ആ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ച് ഭഗവാന്റെ അനുമതി വാങ്ങി ബ്രഹ്മാവ് തൻ്റെ ധാമത്തിലേക്ക്, സത്യലോകത്തിലേക്ക് തിരികെ പോയി. ശ്രീശുക മഹർഷി ആ ബ്രഹ്മാവിനാൽ ചെയ്യിപ്പിക്കപ്പെട്ട, കാരണം എല്ലാം ഭഗവാന്റെ ലീലയാണ്, ഭഗവാന്റെ നിശ്ചയങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ബ്രഹ്മാവ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഭഗവാന്റെ സങ്കല്പം. അങ്ങനെയുള്ള ഭഗവാന്റെ ആ വത്സസ്തേയം എന്ന ലീല ശ്രീശുക മഹർഷി അങ്ങനെ കഥ തുടരുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഇത്യഭിഷ്ടൂയ ഭൂമാനം ത്രിപരിക്രമ്യ പാദയോ നത്വാഭീഷ്ടം ജഗദ്ധാത സ്വധാമ പ്രത്യവദ്യത. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഇത്യഭിഷ്ടൂയ, ഇതി അഭിഷ്ടൂയ, അതുകൊണ്ട് തന്നെ ത്യ എന്ന അക്ഷരത്തിന് ആകാരം കൊടുത്ത് വായിക്കുക. പിന്നെ ത്രി എന്ന് പറയുന്നിടത്ത് വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പാദയോ, അവിടെയും ഒകാരത്തിന് ദീർഘമുണ്ട്, ഒപ്പം വിസർഗവുമുണ്ട്. പിന്നെ നത്വാഭീഷ്ടം, നത്വ അഭീഷ്ടമാണ്, വായിക്കുമ്പോൾ ആകാരം നീട്ടിയെടുക്കുക. ഇനി അടുത്തത് 42ാമത്തെ ശ്ലോകമാണ്. തതോനുജ്ഞാപ്യ ഭഗവാൻ സ്വഭുവം പ്രാഗവസ്ഥിതാൻ വത്സാൻ പുളിനമാനിന്യേ യഥാ പൂർവസഖം സ്വകം. തതോനുജ്ഞാപ്യ, ഇവിടെ തതഹ അനുജ്ഞാപ്യ, ഇങ്ങനെ 2 വാക്കുകളാണ് ഇവിടെ വരുന്നത്. തതഹ എന്ന് പറഞ്ഞാൽ അനന്തരം. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രഹ്മാവ് നമസ്കരിച്ച് ഭഗവാന്റെ അനുജ്ഞയോടുകൂടി തിരികെ പോയി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ പോകും മുൻപ് താനൊരു കള്ളത്തരവും കൂടി കാണിച്ചിട്ടുണ്ടെന്ന് ബ്രഹ്മാവിനറിയാം. എന്താ, അതും കൂടി തിരുത്തണമല്ലോ. ഭഗവാന്റെ ഗോക്കളെയും ആ ഗോപബാലന്മാരെയും ഒക്കെ താൻ കൊണ്ടുപോയി അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ സത്യലോകത്തിൽ. അപ്പോൾ അതും കൂടി ഭഗവാനെ തിരിച്ചേൽപ്പിക്കണമെങ്കിലേ തൻ്റെ ആ പാപക്കറ പൂർണ്ണമായും ഇല്ലാതെയാവുകയുള്ളൂ. തെറ്റുകൾക്ക്
ഒരു പ്രായശ്ചിത്തം കൂടി ചെയ്യേണ്ടതുണ്ട്. ആ തെറ്റിനെ എപ്രകാരം തിരുത്താൻ പറ്റുമോ അപ്രകാരം അത് തിരുത്താൻ ശ്രമിക്കുക. അതിനുശേഷം വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുക. ഇവിടെ ബ്രഹ്മാവ് അതുകൊണ്ട് തന്നെ പോകുന്നതിന് മുമ്പ് ആ തെറ്റുകൂടി തിരുത്തിയിട്ടാണ് പോയത്. താൻ അപഹരിച്ചു കൊണ്ടുപോയ ഭഗവാന്റെ ആ പ്രിയ തോഴന്മാരെയും ആ പശുക്കുട്ടികളെയും ഒക്കെ തിരികെ ഭഗവാനെ കൊണ്ട് ഏൽപ്പിച്ചു. അപ്പോൾ ഇവിടെ പറയുകയാണ്, തതഃ അനന്തരം അനുജ്ഞാപ്യ, ഭഗവാൻ ഇങ്ങനെ അനുജ്ഞയൊക്കെ നൽകി ബ്രഹ്മാവിനെ അയച്ച ശേഷം ഭഗവാൻ, ആ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വഭുവം, തൻ്റെ ആ ഭുവം എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്നും ഉണ്ടായവനെ, തൻ്റെ നാഭികമലത്തിൽ നിന്നും ഉണ്ടായവനായ ആ ബ്രഹ്മാവിനെ. കാരണം അത് ബ്രഹ്മാവിനും ബോധ്യപ്പെട്ടിരിക്കുന്നത് എന്താ, താൻ ഈ സൃഷ്ടികളൊക്കെ നടത്തുന്നെങ്കിൽ തന്നെ സൃഷ്ടാവെന്ന പേരിലിരുത്തി ഭഗവാൻ ഇത് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ താൻ ഭഗവാന്റെ കയ്യിലെ വെറുമൊരു ഉപകരണം മാത്രമാണെന്നും ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുവാൻ നിയോഗിക്കപ്പെട്ടവൻ മാത്രമാണ് താനെന്നും ചെയ്യുന്നതൊക്കെ ഭഗവാൻ മാത്രമാണെന്നും ബ്രഹ്മാവിന് തന്നെ നന്നായി ബോധ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇവിടെ അതുകൊണ്ട് പറയാം, ഭഗവാൻ തൻ്റെ അനുജ്ഞയൊക്കെ നൽകി അങ്ങനെ ബ്രഹ്മാവിനെ തിരികെ സത്യലോകത്തിലേക്ക് വിട്ടതിന് ശേഷം പ്രാഗ് അവസ്ഥിതാൻ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രാഗ് അവസ്ഥിതാൻ. പ്രാഗ് എന്ന് പറഞ്ഞാൽ മുൻപ്, അവസ്ഥിതാൻ സ്ഥിതി ചെയ്യുന്നവരായിട്ട്. അതായത് ആ വൃന്ദാവനത്തിൽ ഗോക്കളെ മേച്ചുകൊണ്ട് നടക്കുമ്പോഴായിരുന്നല്ലോ ബ്രഹ്മാവ് ഈ കുസൃതിയൊക്കെ ഒപ്പിച്ചത്. ഇപ്പോൾ ബ്രഹ്മാവിനെ തിരികെ സത്യലോകത്തിലേക്ക് വിടുന്നതിന് മുൻപ് ബ്രഹ്മാവ് ഭഗവാന്റെ പ്രിയപ്പെട്ടതിനെയൊക്കെ തിരികെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. അന്ന് ഇവിടെ നിന്ന് അപഹരിച്ചുകൊണ്ട് പോകുന്നതിന് മുൻപ് എപ്രകാരമായിരുന്നു വൃന്ദാവനത്തിൽ ഇവയൊക്കെ ഉണ്ടായിരുന്നത്, അതേപോലെ സ്ഥിതി ചെയ്യുന്നവരായിട്ട്. അവിടെ തൻ്റെ പ്രിയ ഗോപബാലന്മാരോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന താനായിരുന്നുവല്ലോ അന്ന് ബ്രഹ്മാവ് അപഹരിച്ചു കൊണ്ടുപോയ പശുക്കുട്ടികളെ തേടിപ്പോയത്. ഇപ്പോൾ നോക്കൂ, അവയൊക്കെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ പശുക്കുട്ടികൾ അങ്ങനെ മേഞ്ഞു നടക്കുന്നുണ്ട്. ഭഗവാൻ ഇവിടെ ഈ തൻ്റെ കൂട്ടുകാരോടൊപ്പവും അങ്ങനെ ഉല്ലസിക്കുന്നുണ്ട്. അപ്പോൾ മുൻപ് എപ്രകാരമായിരുന്നുവോ ബ്രഹ്മാവ് ഇവിടെ നിന്നും കൊണ്ടുപോകുന്നതിന് മുൻപ്, ഇവയൊക്കെ അപഹരിച്ചു കൊണ്ടുപോകുന്നതിന് മുൻപ്, അതേ അവസ്ഥയിലേക്ക് വത്സാൻ പുളിനമാനിന്യേ, വത്സാൻ ആ പശുക്കുട്ടികളെ, വത്സങ്ങളെ, പുളിനമാനിന്യേ, പുളിനം ആനിന്യേ രണ്ട് വാക്കുകളാണ് അവിടെ. പുളിനം എന്ന് പറഞ്ഞാൽ പുളിനത്തെ, അതായത് ആ യമുനാ നദിയുടെ കരയിൽ. ആനിന്യേ എന്ന് പറഞ്ഞാൽ പ്രാപിപ്പിച്ചു, അതായത് ഈ പശുക്കുട്ടികളൊക്കെ എപ്രകാരമായിരുന്നോ പൂർവ്വസ്ഥിതിയിൽ ഉണ്ടായിരുന്ന അതേപോലെ തന്നെ ആ യമുനാ നദിയുടെ കരയിൽ അങ്ങനെ മേഞ്ഞു നടക്കുന്ന പശുക്കുട്ടികളായിട്ട് അവയൊക്കെ അവിടെ കാണപ്പെട്ടു. യഥാപൂർവ സഖം സ്വകം, യഥാപൂർവ സഖം, പൂർവം മുമ്പ്, യഥാപൂർവം മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെ, സഖം തൻ്റെ സുഹൃത്തുക്കളോടുകൂടി തൻ്റെ കൂട്ടുകാരോടുകൂടിയും, അതുപോലെ ആ പശുക്കുട്ടികളാകട്ടെ ആ യമുനാ നദിയുടെ കരയിൽ മേഞ്ഞു നടക്കുന്ന പശുക്കുട്ടികളായിട്ടും മുമ്പത്തെ പോലെ തന്നെ ഇവയൊക്കെ പ്രാപിപ്പിച്ചു ഭഗവാൻ. സ്വകം എന്ന് പറഞ്ഞാൽ തൻ്റെ ആ ഒരു കേളി വിഹാര ഇടമാണ് ആ യമുനാ നദിയുടെ തീരം എന്ന് പറയുന്നത്. അവിടെ മുൻപ് എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ ഭഗവാൻ ഇവയൊക്കെ പ്രാപിപ്പിച്ചു, അതേ അവസ്ഥയിൽ എത്തിപ്പിച്ചു. അവിടെ ഒന്നും നടന്നതായിട്ട് ഒരു മാറ്റവും വന്നതായിട്ട് ഇപ്പോൾ ആർക്കും തോന്നാത്ത വിധത്തിൽ പശുക്കുട്ടികളൊക്കെ ആ യമുനാ നദിയുടെ കരയിൽ അങ്ങനെ മേഞ്ഞ് നടക്കുന്നു.
താനും തൻ്റെ കൂട്ടുകാരും കൂടി അങ്ങനെ തങ്ങളുടെ കളികളിൽ മുഴുകി ഉല്ലസിച്ച് നടക്കുന്നു. ആ രീതിയിൽ ഭഗവാൻ അതിനെ കൊണ്ടുവന്നു. അതായത് അവിടെ യാതൊന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ഭഗവാൻ തൻ്റെ മായ കൊണ്ട് ആ പൂർവസ്ഥിതിയെ പ്രാപിപ്പിച്ചു. ശ്ലോകം ഒന്നുകൂടി നോക്കാം. തതോനുജ്ഞാപ്യ ഭഗവാൻ സ്വഭുവം പ്രാഗവസ്ഥിതാൻ വത്സാൻ പുളിനമാനിന്യേ യഥാ പൂർവസഖം സ്വകം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തതോനുജ്ഞാപ്യ, അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് തന്നെ ഓകാരം നീട്ടിയെടുക്കുക. അതുപോലെ പ്രാഗവസ്ഥിതാൻ, പ്രാഗ് അവസ്ഥിതാനാണ് ഗായുടെ അകാരം ശ്രദ്ധിച്ചു വായിക്കുക. പിന്നെ പുളിനമാനിന്യേ, പുളിനം ആനിന്യേയാണ് മായുടെ അകാരം നീട്ടിയെടുക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 43-ാമത്തെ ശ്ലോകമാണ്. അത് അടുത്ത സത്സംഗത്തിൽ കാണാം. ഭഗവാൻ അനുഗ്രഹിച്ചാലെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.